കൊച്ചിയിൽ നിന്നുള്ള ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ എം ലോറൻസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നത്. ഈ അന്തരിച്ച മുതിർന്ന CPM നേതാവ് എം ലോറൻസിൻ്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് തീരുമാനമുണ്ടായിരുന്നത്. അത് ഇന്ന് കൈമാറും. ചടങ്ങ് ഇന്ന് നടക്കും. പക്ഷേ മകൾ ആശ ലോറൻസ് ഇക്കാര്യത്തിൽ തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് മകളുടെ നിലപാട്. വളരെയധികം കാലമായി പാർട്ടിയും ലോറൻസിന്റെ കുടുംബവും രണ്ട് തട്ടിലാണ്. രണ്ട് തട്ടിലെന്നല്ല, നേർക്കുനേർ തന്നെ നിൽക്കുകയാണ്. വളരെയധികം വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ആശാ ലോറൻസ് പല തവണയായി നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കെതിരെ, പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ഏതൊക്കെ രീതിയിൽ ശ്രീ എം ലോറൻസിനെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും ഇന്നിത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വേണം കാണാൻ. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തെങ്കിലും പുതിയ സൂചനകൾ ഉണ്ടോ? കുടുംബത്തിൻ്റെ ഇച്ഛ, ആഗ്രഹം മറികടന്നുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെ ഒരു ഭൗതിക ശരീരം ഏറ്റെടുത്ത് തോന്നുന്നത് പോലെ ഒരു ഡെത്ത് മാനേജ്മെൻറ്റ് നടത്താൻ അവകാശമുണ്ടോ? ഒരു മൗലിക അവകാശത്തിൻ്റെ കൂടി ചോദ്യം ഉയരുന്നില്ലേ ഇവിടെ? പ്രദീപിള്ള, നിലവിൽ ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം അവർ നടത്തിയിരുന്നു. പള്ളി സെമിത്തേരിയിൽ ക്രിസ്ത്യൻ മതാചാര പ്രകാരം ലോറൻസിന്റെ ഭൗതികദേഹം അടക്കും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഇതിനെതിരായിട്ട് പാർട്ടി നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആശ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഞാൻ നിൽക്കുന്നത് ലോറൻസിന്റെ തറവാട് വീടിനോട് ചേർന്ന പ്രദേശത്താണ്. ഇവിടെ തറവാട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഭൗതികദേഹം നേരെ കൊണ്ടുപോകുന്നത് പാർട്ടി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിലാണ്. അവിടെ ഏകദേശം 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുക. 10 മണി മുതൽ 4 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ CM അന്തിമോപചാരം അർപ്പിക്കാനെത്തും. മറ്റു പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നാണ്. 4 മണിക്ക് ഇത് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഈ ശരീരം കൈമാറുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് മകൾ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ലോറൻസ് ഒരു തരത്തിലും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പാർട്ടി തന്നെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. അവസാന യാത്രയിലും ലോറൻസിനോട് പാർട്ടി ചെയ്തിരിക്കുന്നത് ചതിയാണ് എന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരമൊരു പരാമർശമാണ് മകളായിട്ടുള്ള ആശ ലോറൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലാറ്റിൻ കാത്തലിക് ക്രിസ്ത്യൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അദ്ദേഹത്തിനുമുള്ളത്. അദ്ദേഹം യാതൊരു തരത്തിലും ആ ഒരു ജാതിയെ വിട്ടോ അല്ലെങ്കിൽ മതമില്ലാത്ത രീതിയിൽ ഒന്നുമല്ല ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മതാചാര പ്രകാരം അദ്ദേഹത്തെ സെമിത്തേരി പള്ളിയിൽ അടക്കണമെന്നുള്ളതാണ് മകളുടെ തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് അവർ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. നിലവിൽ ഇതിന്റെ സൂചനകൾ, അതായത് മറ്റ് തരത്തിലുള്ള പുതിയ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാണ്. 4 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബവുമായി ലോറൻസിന്റെ കുടുംബം പാർട്ടിയോട് അകൽച്ച പാലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ആശ ലോറൻസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. കാരണം പലപ്പോഴും പാർട്ടി ലോറൻസിനെ ചതിച്ചിട്ടുണ്ട്, പാർട്ടി നേതാക്കളടക്കം ലോറൻസിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മകളുടെ ആരോപണം. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഈ മൃതദേഹം കൈമാറുന്നതിൽ വലിയൊരു എതിർപ്പാണ് മകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മൂത്ത മകന്റെ പാർട്ടി അടിമത്തമാണ് ഇതിന് പ്രേരണ എന്നുള്ള ഒരു ആക്ഷേപം കൂടി അവർ ഉന്നയിച്ച സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് വരിക. എന്തായാലും നിലവിൽ ഈ 8:30 വരെ, ഏകദേശം 8:40 വരെ ഈ പൊതുദർശനം ഇവിടെ ഈ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോകുന്നത് ഈ ലെനിൻ സെന്ററിലേക്കാണ്. പിന്നീടായിരിക്കും ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുക. ലോറൻസിനെ സംബന്ധിച്ച് ഈ കൊച്ചിയിലെ അല്ലെങ്കിൽ ഈ ഒരു എറണാകുളം ജില്ലയിലെ ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലാണെങ്കിലും സമര പോരാട്ടത്തിലൊക്കെ തന്നെ തൻ്റെതായിട്ടുള്ള ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു ഏട് എഴുതി ചേർത്ത ഒരു സഖാവായിരുന്നു ലോറൻസ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പാർട്ടിയിലെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപം നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിലടക്കം ഇതിന്റെ പരാമർശമുണ്ടായിരുന്നു. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ
ആത്മകഥ, അതെ ഈ VS-ന് പാർട്ടിയോടുള്ള ഒരു രീതി എങ്ങനെയാണ് തുടങ്ങിയ തുറന്നെഴുത്തലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനിടയിൽ തന്നെയാണ് മകള് ഈ ലോറൻസിനെ എത്രത്തോളമാണ് പാർട്ടി ചതിച്ചത്, MA ബേബി അടക്കമുള്ളവർ ഏത് വിധത്തിലാണ് ചതിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. എന്തായാലും നിലവിൽ ഈ തറവാട്ട് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നേരെ പോകുന്നത് ലെനിൻ സെന്ററിലേക്കാണ്. അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിലേക്ക് പോകുക. എന്തായാലും ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ചില ആക്ഷേപങ്ങളുണ്ട്. പാർട്ടി സ്വയം ആ ഒരു തീരുമാനം എടുത്തതിലുള്ള ആശങ്കയാണ് മകൾ ആശ ലോറൻസ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശരി രേഷ്മ, തുടർന്നുള്ള പൊതുദർശനം അത് സംബന്ധിച്ച മറ്റു വാർത്തകളിലേക്കായി ഒക്കെ തിരിച്ചെത്താം.